പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വീടുകളിലേക്ക് വോട്ടിന് ചെല്ലുമ്പോഴത്തേക്കിനും വീട്ടമ്മമാർക്ക് പേടിയാ. എന്താ? സ്വർണം പറിച്ചു കൊണ്ടുപോകുമോ എന്നൊരു പേടി. ഇന്ന് ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ ഒരു നേതാവിനോട് പറഞ്ഞു, ശബരിമലയിൽ ഭയങ്കരം തിരക്കാണ്, മാലയും വളയും ഒക്കെ സൂക്ഷിച്ചോണം. പക്ഷേ ആ ദേവസ്വം ബോർഡിന്റെ ഓഫീസറോട് നമ്മുടെ നേതാവ് തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ മല കയറി അയ്യപ്പനെ കാണുമ്പോൾ അയ്യപ്പൻ സ്വർണത്തിലായിരിക്കുന്ന തങ്ക വിഗ്രഹമാണ്. ആ സ്വർണമൊന്നും നിങ്ങൾ അടിച്ചോണ്ട് പോകല്ലേ, ഞങ്ങളുടെ സ്വർണം പോകുന്നത് പൊക്കോട്ടെ, ആ സ്വർണം നിങ്ങൾ അടിച്ചോണ്ട് പോകരുത്, കട്ടോണ്ട് പോകരുത് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പറയുന്നതല്ല, ഈ കേരള ജനത പറയുന്നതാ. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട UDFന്റെ ആളുകളുണ്ട്. ഈ UDFന്റെ ആളുകൾ ഇതിനെതിരെ ഒരു സമരം നടത്തിയോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ആളെ കൂട്ടാൻ എന്താക്കിയോ കോലാഹലങ്ങൾ നടത്തി. പക്ഷേ നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. രാഹുലും മാങ്കൂട്ടവും ഒക്കെ റണ്ണിംഗ്. കേരള ടു കർണാടക, കർണാടക ടു ഹൈദരാബാദ്. വാനിഷ് ആയിരിക്കുന്നത്. Who cares? Rahul is vanished. My dear friends, UDF friends, your Rahul is vanished. Why? ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. വീടാന്തരം കയറി ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ആഭാസന്മാരായി UDFകാരൻ മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പ് വേളകളിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ നമ്മൾ നിങ്ങളോടത് പറയുവാൻ NDA അല്ലാതെ BJP അല്ലാതെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. പ്രിയമുള്ളവരെ, ഇനിയും വികസനത്തിലേക്ക് കടക്കാം. വികസനത്തെ പറ്റി പറഞ്ഞാൽ ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വികസനത്തിന്റെ പേരിൽ, ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന വികസനങ്ങളുടെ പേരിൽ ഇന്ത്യ മഹാരാജ്യം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാര് അഭിമാനത്തോടെ അറബ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ചെന്ന് ധൈര്യത്തോടെ പറയുന്നു, ഞങ്ങൾ ഇന്ത്യക്കാരാണ്. യുദ്ധമുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പലായനം മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റു നാടുകളിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഇന്ത്യൻ പതാകയുടെ കീഴിൽ അണിനിരക്കുവാൻ മറ്റു രാജ്യത്തെ ജനങ്ങൾ പോലും അഭിമാനത്തോടെ കയറി വരുന്നു. വികസനം നമുക്കറിയാം. ഇവിടെ പലതരത്തിലുള്ള പുതിയ ട്രെയിനുകൾ വരുന്നു. വന്ദേ ഭാരത് ആദ്യം വന്നപ്പോൾ ഇവരൊക്കെ കളിയാക്കി. പ്രിയമുള്ളവരെ, കണ്ണൂരിന് പോകാൻ 12 മണിക്കൂറിലധികം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ സമയം പകുതിയായിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകേണ്ട സമയം 2.5 മണിക്കൂറായിരുന്നു ട്രെയിനെങ്കിൽ ഇത് ഇന്ന് 1 മണിക്കൂറായിരിക്കുകയാണ്. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. കുടിവെള്ള പ്രശ്നമാണ്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MLAയും MP യും എല്ലാം പറയുന്നത് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ജലജീവൻ മിഷൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് കമ്മീഷൻ ചെയ്യില്ല. കാരണം നരേന്ദ്രമോദി സർക്കാർ വെള്ളം കൊടുത്താൽ എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിയാൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുവാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകും. അല്ലെങ്കിൽ പ്രിയമുള്ള വോട്ടർമാരെ, എന്നെ ശ്രമിക്കുന്ന വോട്ടർമാരെ, നിങ്ങളോട് വന്ന് വോട്ട് ചോദിക്കുന്ന മുൻ ജനപ്രതിനിധികളോട് ചോദിക്കണം, എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ട് കേരളത്തിൽ മാത്രം ഈ ചങ്ങനാശ്ശേരിയിൽ ഈ പായിപ്പാട് എന്തുകൊണ്ടാണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? കിസാൻ സമ്മാൻ നിധി എല്ലാവരുടെ അക്കൗണ്ടിലേക്കും വർഷം 6000 രൂപ ലഭിച്ചപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങി പറഞ്ഞില്ലേ, കരം കെട്ടി രസീതൊക്കെ ആധാർ കാർഡ് കൊടുത്ത നിങ്ങളുടെ സ്ഥലം കളയുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്ത് പറ്റി? ഇപ്പോൾ ആളുകൾക്ക് അപേക്ഷ കൊടുത്തവർക്കെല്ലാം പൈസ കിട്ടിക്കൊണ്ടിരിക്കുക, സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഓരോ വീട്ടിലും, എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഓരോ വീട്ടിലും നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി പോലും എത്താത്ത ഒരു വീടുകളുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ അന്തസ്സോടെ വോട്ട് ചോദിക്കും. ഞങ്ങളുടെ മുന്നണിയിൽ സ്വർണം കക്കുന്നവരില്ല. ഞങ്ങളുടെ മുന്നിൽ പാവപ്പെട്ട യുവതികളെ പീഡിപ്പിച്ച് ഗർഭിണികളാക്കി, ഒരു യുവതിയെ ഗർഭിണിയാക്കിയതിനു ശേഷം അത് ഗർഭിണിയാക്കിയത് ഞാനാണ് എന്ന് പറയാനുള്ള തന്റെ ഇടമില്ലാത്തവന്മാർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ കേരളത്തിൽ എന്ത് സംഭവിക്കാനാണ്? ഇവിടെ എനിക്ക് മുമ്പേ ജയിച്ചിട്ടുള്ള, ഞാനും ഒരു ജനപ്രതിയാണ്, മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്. ഇവിടെ ഈ ഡിവിഷനിൽ നിന്നും ഈ പഞ്ചായത്തിൽ നിന്നുമൊക്കെ ഈ പഞ്ചായത്ത് ഭരിച്ചവരും ഈ ഡിവിഷനിൽ ജയിച്ചവരൊക്കെ വികസനം നടത്തി എന്ന് പറയുന്നു. എന്ത് മാറ്റമാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നത്? ഈ പായിപ്പാട് ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇവിടെ സാംക്രമിക രോഗങ്ങൾ പടർന്ന് പന്തലിക്കുന്ന സമയങ്ങളുണ്ട്. ത്വക്ക് രോഗങ്ങൾ പടർന്ന് പന്തലിക്കുന്ന അവരുടെ ക്യാമ്പിലേക്കൊക്കെ നോക്കി അറിയാം. ഇവരെയൊന്ന് മോണിറ്റർ ചെയ്യുവാനോ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായതിനു ശേഷം ബുദ്ധിമുട്ടിലായ ഒരുപാട്
വ്യാപാരികളുണ്ട്, വ്യവസായികൾക്കുണ്ട്. ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാൻ ഇവിടുന്ന് വിജയിച്ച് പോയിട്ടുള്ളവർ ശ്രമിച്ചിട്ടുണ്ടോ? ഈ പായിപ്പാട് കവലയുടെ മുഖച്ഛായ മാറ്റുവാൻ ഇവിടുന്ന് പോയ ജനപ്രതികൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? കാരണം ഇവർക്ക് വികസനം പതിയെ നടന്നാൽ മതി, പതിയെ. കാളവണ്ടിയുടെ വേഗതയിൽ മാത്രം വികസനം നടന്നാൽ മതി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് ഇനിയും നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച് അവരെ വീണ്ടും ആ കസേരയിലേക്ക് കയറിയാൽ വികസനം വീണ്ടും മന്ദഗതിയിലാകും. അതുകൊണ്ട് വികസനം ഈ രാജ്യത്ത് നടത്തി കാണിച്ച ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥികളായിട്ട് മത്സരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി. നിങ്ങളുടെ വോട്ടുകൾ വികസനത്തിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് BJP വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നവരുടെ മുഖത്ത് നോക്കി പറയണം, BJP വികസനം നടത്തുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഇത്തവണത്തെ വോട്ട് BJPക്കാണെന്ന് പറയുന്ന സമയത്ത്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ സഹായിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ നാട്ടിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ അതുപോലെ തുടരുകയും. പക്ഷേ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരെയും പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ, ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇവിടെ നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. നമ്മൾ കുറെ പുറകോട്ട് നോക്കുമ്പോൾ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞ കുറെ ബലിദാനികൾ ഞങ്ങൾക്കുണ്ട്. അവരുടെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കാലം പകത്തിട്ട കനൽ വഴികളിലേക്ക് എത്തി നോക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടം വരികയാണെങ്കിൽ ആ നഷ്ടം ഞങ്ങൾ സഹിച്ചു. വരാനിരിക്കുന്ന സുപ്രഭാതവും ഇവിടുത്തെ പുതിയ കാലഘട്ടവുമെല്ലാം ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്കുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളെല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി ഞങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, പറഞ്ഞതെല്ലാം നല്ലതിനു വേണ്ടിയാണ്, പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സദയം ക്ഷമിക്കണമേ എന്നും നമ്മുടെ നാട് വികസനത്തിലേക്ക് കുതിച്ചു പായുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന, ഞങ്ങളെ ശ്രമിച്ച നിങ്ങളെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ ഇവിടെ സ്ഥാനാർത്ഥി പര്യടനം സംഘടിപ്പിച്ച ഇവിടുത്തെ പായിപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിക്കും ഇവിടുത്തെ ഓരോരുത്തരും പ്രവർത്തകർക്കും ഹൃദയത്തിൽ നിന്നും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നടത്തി നമ്മൾ അന്ന് വെച്ച ബോർഡുകളും പോസ്റ്ററുകളും കീറി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് തന്നെ ഇവിടെയുള്ള നിരവധികളായ ആരാധനാലയങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണൽ വിഷയം ഉണ്ടാവും, നിങ്ങളുടെ പല സ്ഥാപനങ്ങളും തട്ടുതകർക്കും എന്നുള്ള വ്യാജ പ്രചരണങ്ങളെല്ലാം ഉണ്ടാക്കി. എന്നിരുന്നാൽ പോലും 2020 ജനകീയപരമായ ഒരു വിധിയോടുകൂടി നമ്മൾ ഈ ഇലക്ഷനെ നേരിട്ടു. വൻപിച്ച ഭൂരിപക്ഷത്തിൽ നമ്മളിവിടെ ജയിച്ച് ഗായത്രി ദേവി ഇവിടുത്തെ കൗൺസിലറായെത്തി. അതിനുശേഷം നമ്മൾ ഇവിടെ ഓരോ വീടുകളും വ്യക്തമായി എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ള ധാരണയോടുകൂടി അല്ലെങ്കിൽ ദിശാഭാവത്തോടുകൂടി നമ്മൾ ഇവിടെ മേഖലകളിൽ ഇറങ്ങി പ്രവർത്തിച്ചു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ പ്രശ്നങ്ങൾ ചെറുതല്ല, വലുതാണ് എന്നുള്ളത്. നമ്മൾ അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി എങ്ങനെ വേണം ഈ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. കാരണം ഇത് ഒരു ചുറ്റൂടം പോലെ നടത്തിക്കൊണ്ടിരുന്നത് ഇതൊരു കമ്മ്യൂണിറ്റി സീറ്റിലാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇവിടെ അവർക്കൊന്നും ആർക്കും പഠിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ ആർക്കും ആരും ഒന്നും പഠിച്ചു കൊടുത്തിട്ടില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് പ്രവർത്തിക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും അവകാശമുള്ള ഒരു രാജ്യമാണ് ഭാരതം. അത്തരത്തിൽ നമ്മളിവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. അതിന്റെ ഫലമായി ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളായിട്ട് അവരുടെ തന്നെ അണികളായി നിൽക്കുന്ന നിരവധി ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെ ഒന്നും തന്നെ ഇതിനു മുമ്പ് ഭരിച്ചിരുന്നവർ കണ്ടില്ല എന്നുള്ളതാണ് വേദനാജനകമായ ഒരു സംഭവം എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ നല്ലൊരു സൗകര്യമുള്ള കുടിവെള്ളം കൃത്യമായി എത്തിയിട്ടില്ല. 10 വർഷം ഇടതുപക്ഷം ഭരിച്ച ഒരു വാർഡാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈയാളിയുന്ന ഒരു വാർഡാണ്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നല്ലൊരു അംഗൻവാടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. കാരണം നമുക്ക് അയ്യങ്കാളിയിൽ നല്ലൊരു അംഗൻവാടി ഉണ്ടായിരുന്നു. ആ അംഗൻവാടിയിൽ കുട്ടികൾക്ക് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും നിർവഹിക്കാൻ കഴിവില്ലാത്ത രീതിയിൽ ഒരു